നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. വലിയൊരു പ്രതിഭാസം അതിന് സാക്ഷിയാകാൻ ലോകം തയ്യാറെടുക്കുകയാണ്. ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം ഏപ്രിൽ 8-ാം തീയതിയാണ്. ഈ എന്ത് കണ്ടാലും അത് മൊബൈൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും ഒരു ത്വരയാണ്. പക്ഷേ മുന്നറിയിപ്പുണ്ട്. സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രങ്ങൾ സ്മാർട്ട് ഫോണും ഡിജിറ്റൽ ക്യാമറയും ഉപയോഗിച്ച് പകർത്താൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാസ. ഒരാളുടെ ചോദ്യത്തിന് ഇപ്പോൾ നാസ മറുപടി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൂര്യഗ്രഹണം സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയാൽ സെൻസറിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം. സംഭവിക്കും എന്നാണ് നാസയുടെ മറുപടി. നാസയുടെ തന്നെ ഫോട്ടോ ടീമുമായി ആശയവിനിമയം നടത്തി. മറ്റെല്ലാ ഇമേജ് സെൻസറുകളെ പോലെ ഫോണിൻ്റെ സെൻസറിന് കേടുപാടുകൾ ഉണ്ടാകുമെന്നാണ് ഉത്തരമെന്നായിരുന്നു നാസ വ്യക്തമാക്കിയത്. സൂര്യഗ്രഹണം ഷൂട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഫിൽറ്റർ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും നാസ മുന്നോട്ട് വെച്ചു. എല്ലാം ക്യാമറയിലും ഉപയോഗിക്കുന്നത് പോലെ കൃത്യമായ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് മാത്രം ചിത്രീകരിക്കാൻ ശ്രമിക്കണം. സെൻസറിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാർഗം ഗ്രഹണം കാണാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ ക്യാമറയ്ക്ക് മുന്നിലായി വയ്ക്കുക എന്നതാണെന്നും നാസ വ്യക്തമാക്കി. 2017 അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന് തോന്നലുണ്ടാകും. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുക. ഭൂമിയിൽ എവിടെയെങ്കിലും 18 മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ശരാശരി 100 വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും ഭാഗ്യവലയം മാത്രം ദൃശ്യമാകുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക. അതായത് പകൽ സന്ധ്യ എന്ന പ്രതീതി ഉണ്ടാകും. മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കും. ഏപ്രിൽ 8-ന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം പ്രത്യേകതയുള്ളതാണ്. 7.5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും അത് എന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു. അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത്. പസഫിക് സമുദ്രത്തിന് മുകളിൽ 2950-ലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും. അതായത് 126 വർഷം ഇനി കാത്തിരിക്കണം.